ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. വ്യാഴാഴ്ച 2026 ഏപ്രിൽ 9 കേരള സംസ്ഥാനത്തിൻ്റെ 16ാം തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് വോട്ടവകാശം വിനിയോഗിക്കുവാനുള്ള ഓരോ പൗരൻ്റെയും ജനാധിപത്യാവകാശം 3471 പോളിംഗ് സ്റ്റേഷനുകൾ, 2,70,00,000 വോട്ടർമാർ, പുതിയ വോട്ടർമാർ 4,24,000, 100 വയസ്സിന് മുകളിലുള്ളവർ 1,571 വോട്ടർമാർ. കേരളത്തിൽ 2021 മത്സരിച്ചത് 950 മുകളിൽ സ്ഥാനാർത്ഥികൾ, 2026 890 സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ. 2021 രണ്ടക്ക സംഖ്യയും 1,500-നുമിടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ: കാസർഗോഡ് മണ്ഡലത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചത് 70 വോട്ടിൻ്റെ ഭൂരിപക്ഷ പരാജയം. കേരളത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങൾ, ബി ക്ലാസ് മണ്ഡലങ്ങളുണ്ടെന്ന് നേതാക്കൾ പറയുമ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന. 2021 140 നിയമസഭാ സീറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM 58 സീറ്റ് നേടി. കേരളത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് ശേഷം 2016 തൊട്ട് തുടർച്ചയായി 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം. സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ഗവർണറുമായി പോരിട്ടതും, SFIയുടെ ആക്രമണങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതും, കേരളത്തിൽ നിന്നും ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ പ്രത്യേക പദവിയിൽ KV തോമസ്, മുൻ കോൺഗ്രസിൻ്റെ മന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ LDF ഭരണത്തിൽ വൻ വികസന പ്രവർത്തനങ്ങൾ. 1,00,000 കോടിക്ക് മുകളിൽ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ: റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, കെട്ടിടങ്ങൾ, ലൈഫ് മിഷൻ പദ്ധതി, കുടിവെള്ള വിതരണം, വൈദ്യുതി തടസ്സമില്ലാതെ, ഗ്യാസ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വയനാട്ടിലേക്കുള്ള തുരങ്ക നിർമ്മാണം തുടങ്ങി. കേരളത്തിലെ ഇടതുപക്ഷ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സീറ്റില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമള മത്സരത്തിൽ. ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തുപോയി സ്വതന്ത്രമായി മത്സരിക്കുന്നവർ: മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ആലപ്പുഴയിൽ നിന്ന് G. സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, ധനരാജി രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റ് ചെയ്തയാൾ, T. ഗോവിന്ദൻ. സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് നേതാക്കളും BJPയിൽ ചേർന്നു. ഇടതുപക്ഷ മന്ത്രിമാരും നിലവിലെ MLAമാരും സ്ഥാനാർത്ഥികളായി വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും മത്സരത്തിൽ. പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായ ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മത്സരത്തിനിറങ്ങുമ്പോൾ LDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന PV അൻവർ രാജിവെക്കുകയും പുതിയ പാർട്ടി ഉണ്ടാക്കി ബേപ്പൂരിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരത്തിൽ. ഉപതെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ വോട്ട് നേടിയിരുന്നു PV അൻവർ. കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ പെൻഷൻ 3,000 രൂപ നൽകുമെന്നും 50% സ്ത്രീകൾക്ക് തൊഴിൽ നൽകുമെന്നും മുഖ്യമന്ത്രി. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDF
അധികാരത്തിലെത്തിയാൽ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ യാത്ര സൗജന്യമായി നൽകുമെന്നും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും എയിംസ് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ സർക്കാരും. കേരളത്തിലെ കന്യാകുമാരി ജില്ലയിലെ CSI സഭയുടെ നേതാവായ TT പ്രവീണിന് തമിഴ്നാട് കോൺഗ്രസിൽ സീറ്റ്. കേരളത്തിലെ CSI സഭയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത. കോൺഗ്രസിൽ നിന്നുള്ള MP-മാർക്ക് നിയമസഭയിലേക്ക് സീറ്റ് നൽകിയിട്ടില്ല. സർക്കാരിൻ്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടിയുള്ള കോൺഗ്രസിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രചാരണങ്ങൾ വൻ വിജയങ്ങൾ നേടുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. BJPയുടെ പ്രകടന പത്രികയിൽ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് 2 LPG ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി നൽകുമെന്നും 2500 രൂപയുടെ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ കാർഡ് നൽകുമെന്നും കുടിവെള്ള വിതരണം സൗജന്യമായി നൽകുമെന്നും എയിംസ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പദ്ധതി, കോഴിക്കോട് വരെ മെട്രോ റെയിൽ, കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, പ്രസംഗവും റോഡ് ഷോകളും, ശബരിമല സ്വർണ്ണക്കൊള്ളയും സർക്കാരിൻ്റെ കൊള്ളകളെയും BJPയുടെ NDAയുടെ ഭരണം വന്നാൽ അന്വേഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു MP കേരളത്തിൽ നിന്ന് ആദ്യമായി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ NDAയുടെ ഭരണത്തിൽ. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ വിജയിച്ചാൽ വീടില്ലാത്തവർക്ക് വീട് നൽകുമെന്ന് മണ്ഡലത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമ്പോൾ നേമത്തെ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തൃശ്ശൂരിൽ മുൻ മുഖ്യമന്ത്രി ലീഡറുടെ മകളായ പത്മജ വേണുഗോപാൽ മത്സരത്തിൽ, വട്ടിയൂർക്കാവിൽ മുരളീധരനും നിലവിലെ BJPയുടെ വാർഡ് മെമ്പറായ R. ശ്രീലേഖയും. മെയ് 4 അറിയുന്ന മത്സരഫലം. കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന റിപ്പോർട്ടുകളും. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്